നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറിന്റെ മകളും അഭിനേത്രിയുമായ ഇഷാനി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വൺ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇഷാനി ബിഗ് സ്ക്രീനിൽ അരങ്ങേറിയത്. പിന്നാലെ ആശകളായിരം എന്ന സിനിമയിലൂടെ മോളിവുഡിൽ നായികയായി ഇഷാനി തുടക്കം കുറിച്ചു. സോഷ്യൽ മീഡിയ താരമാണെങ്കിലും തന്റെ വ്യക്തിജീവിതം തുറന്നു കാണിക്കുന്നയാളല്ല ഇഷാനി. സ്വകാര്യതയ്ക്ക് ഇഷാനി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വിരളമായി മാത്രം Q&A വീഡിയോകൾ ചെയ്യുന്നയാളാണ് ഇഷാനി കൃഷ്ണ. ഇത്തവണ 2 പാർട്ടുകളായാണ് തന്റെ ആരാധകരിൽ നിന്നും വന്ന ചോദ്യങ്ങൾക്ക് ഇഷാനി മറുപടി നൽകിയത്. രണ്ടാം ഭാഗത്തിൽ ഡ്രൈവിംഗ് പഠിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും മുഖക്കുരു വന്നപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ചുമെല്ലാമാണ് പങ്കുവച്ചത്. ഡ്രൈവിംഗ് എല്ലാവരും പഠിച്ചിരിക്കണമെന്നും അത് നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണെന്നും ഇഷാനി പറഞ്ഞിരുന്നു. ലൈസൻസ് കിട്ടിയിട്ടും വണ്ടി ഓടിക്കാൻ ഭയം. എല്ലാവരും കടന്നു പോകുന്ന ഒരു ഫേസ് ആണിത്. എല്ലാവരെയും എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഡ്രൈവിംഗ് പഠിച്ച ശേഷം വാഹനവുമായി പുറത്തിറങ്ങാൻ അർജുനൊന്നും ഭയമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ലൈസൻസ് കിട്ടിയ സമയത്ത് ഭയം കാരണം ഞാൻ വണ്ടി ഓടിക്കാറില്ലായിരുന്നു. കോവിഡ് സമയം വന്നപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന എല്ലാവരും മടുത്തു. അപ്പോൾ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹം വന്നു. അപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് വീണ്ടും പൊടിതട്ടിയെടുത്തത്. ലൈസൻസ് ഉണ്ട്, എന്നാൽ ഡ്രൈവിംഗ് കൃത്യമായി അറിയില്ലാത്ത ആളുകളെ പഠിപ്പിക്കുന്ന രഘുവരൻ സാറിന്റെ കോണ്ടാക്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നന്നായി പഠിപ്പിക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഞാനും ദിയയും ഡ്രൈവിംഗ് പഠിച്ചത്. 1 മാസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു. കോൺഫിഡൻസ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അർജുനെ വിളിച്ചു വണ്ടിയുമായി വന്ന് പിക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. വണ്ടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അർജുനും എന്നെ പണ്ട് അവന്റെ കാറിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അർജുനുള്ളത് എനിക്കൊരു ധൈര്യമാണ്. തുടക്കത്തിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. കോ ഡ്രൈവർ സീറ്റിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാകും. ഒരു ദിവസം എനിക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം വന്നു. അർജുനെയും പിക്ക് ചെയ്ത് കുറെ ദൂരം വണ്ടി ഓടിച്ചു. അതിനുശേഷവും എനിക്ക് കോൺഫിഡൻസ് വന്നു. അമ്മയെ വെച്ചും അച്ഛനെ വെച്ചും എല്ലാം വാഹനം ഓടിച്ചു. പിന്നീട് ഒരു ദിവസം തനിയെ ഓടിച്ചു. ആദ്യമൊക്കെ പതുക്കെ റോഡിന് ഒരു വശം ചേർന്ന് മാത്രമാണ് പോയിരുന്നത്. എൽബോർഡ് വെച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകും. ഞങ്ങൾ എൽബോർഡ് വെച്ചിരുന്നില്ല. അമ്മു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഡ്രൈവിംഗ് പഠിച്ചയാളാണ്. പണ്ട് നമുക്ക് ഡ്രൈവർ ഇല്ലായിരുന്നു. ഞങ്ങളെ ട്യൂഷൻ ക്ലാസ്സിലും വിടണം. അങ്ങനെയാണ് അമ്മു പഠിച്ചത്. തുടക്കത്തിൽ അമ്മുവിനും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം മറ്റൊന്നാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കണമെന്നും ഇഷാനി പറഞ്ഞിരുന്നു. ഫാമിലി ട്രിപ്പുകൾ ആരാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് രസകരമായൊരു മറുപടിയാണ് ഇഷാനി നൽകിയത്. താനും ട്രിപ്പ് പ്ലാനിങ് ഇഷ്ടപ്പെടുന്നയാളാണെന്നും പക്ഷേ വീട്ടിൽ മൂത്ത കുട്ടി സിൻഡ്രോം ആണെന്നും ഇഷാനി പറഞ്ഞു. വീട്ടിൽ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത് അഹാന. മൂത്തകുട്ടി സിൻഡ്രോം ആയിരിക്കാം. എന്റെ സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള ട്രിപ്പുകൾ ഞാനാണ് പ്ലാൻ ചെയ്യാറുള്ളത്. ഞാനും ഒരു ട്രിപ്പ് പ്ലാനറാണ്. മിക്ക കുടുംബത്തിലും മൂത്തകുട്ടിയാണല്ലോ ട്രിപ്പ് പ്ലാനിംഗ് നടത്തുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അവിടെ സ്ഥാനമില്ല. ഞാൻ പോയി എന്തെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്കെന്ന് പറയും. അതുകൊണ്ടാണ് വലുതായി ഇടപെടാറില്ല എന്നും ഇഷാനി പറയുന്നുണ്ട്. തന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും മാതാപിതാക്കളിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇഷാനി സംസാരിച്ചിരുന്നു. ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ജീവിതം പോയെന്ന രീതിയിൽ ഇരിക്കാറില്ല. അടുത്ത കാര്യം ചെയ്യാൻ പോകും. അതാണ് അച്ഛനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം. അതൊരു നല്ല ക്വാളിറ്റിയാണ്. 58 വയസ്സായി, പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് പ്രായമായി തളർന്നു എന്നൊന്നും പറഞ്ഞ് വിശ്രമിക്കാറില്ല. മടിയില്ല. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ല മടിയുണ്ടെന്ന് പറയേണ്ടി വരും. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇടുന്ന ഡെഡിക്കേഷന് അവാർഡ് കൊടുക്കണം. വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഇന്നേ വരെ ഒരു കുറവും കുറ്റവും പറയാതെ ഭംഗിയായി ചെയ്യാറുണ്ട്. കൂടുതൽ സമയം മാതാപിതാക്കൾക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പം ചിലവഴിക്കണമെന്നത് ഞാൻ അടുത്ത കാലത്താണ് പഠിച്ചത്. അപ്പൂപ്പന്റെ മരണശേഷമാണ് ആ തോന്നൽ വന്നത്. മാതാപിതാക്കൾക്കൊപ്പം കഴിയാൻ സാധിക്കുന്ന ഞാൻ ലക്കിയാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ പ്രായത്തിലുള്ള മിക്കവരും പുറത്ത് പഠിക്കാനും മറ്റുമായി പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് സാധിക്കാറുമില്ല. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അപരിചിതരുമായി സംസാരിക്കാനും എനിക്ക് അല്പം കഴിവ് കുറവാണ്. ഇപ്പോഴത്തെ ഒബ്സഷൻ ഓമിയും ബേക്കിങ്ങുമാണ്. ബേക്കിംഗ് പണ്ട് മുതൽ ഇഷ്ടമാണ്, പക്ഷേ ഫ്ലോപ്പായിരുന്നു. പുതിയ കിച്ചൺ വന്ന ശേഷമാണ് അതിന്റെ ആ ഒരു ലുക്കിലിരുന്ന് ഇംഗ്ലീഷ് സിനിമകളിൽ ആളുകൾ ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്യണമെന്ന് തോന്നിയത്. മിക്കതും ഇപ്പോൾ വിജയമാണ്. ബേക്കിംഗ് എനിക്കൊരു സ്ട്രെസ് റിലീഫാണെന്നും ഇഷാനി പറഞ്ഞിരുന്നു. അതേസമയം പലപ്പോഴും ഇഷാനിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ഇഷാനി പ്രണയത്തിലാണെന്നും പ്രണയിക്കുന്നത് ആരെയാണെന്നും ഒക്കെ സോഷ്യൽ മീഡിയ തന്നെ പറയാറുണ്ട്. അർജുൻ എന്ന് പറഞ്ഞ് ഇഷാനി പലപ്പോഴും പരിചയപ്പെടുത്താറുള്ള താരപുത്രിയുടെ സുഹൃത്ത് ഇഷാനിയുടെ ബോയ് ഫ്രണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇഷാനി ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല.
സോഷ്യൽ മീഡിയയിൽ സജീവമായ താരകുടുംബത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഇഷാനിയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള സൂചനകൾ ആരാധകർക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഇഷാനിയുടെ വീഡിയോകളിലേതുപോലെ തന്നെ സിന്ധു കൃഷ്ണയുടെ പല ബ്ലോഗിലും അശ്വിന്റെ സാന്നിധ്യമുണ്ട്. സിന്ധു കൃഷ്ണയുടെ വീട്ടിൽ അടുക്കള പുതുക്കി പണിഞ്ഞിരുന്നതും അർജുൻ തന്നെയായിരുന്നു. ഇത് ചെയ്തത് അർജുന്റെ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ്. ഇന്ത്യയിലും UAE-യിലും പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് അർജുന്റേത്. ഈ കമ്പനിയുടെ സ്ഥാപകന്മാരിൽ ഒരാളാണ് അർജുൻ. പ്രൈവറ്റ് ജീവിതമാണ് അർജുൻ ആഗ്രഹിക്കുന്നത്. അപൂർവമായി ഇഷാനിയുടെ വ്ലോഗുകളിലും പോസ്റ്റുകളിലും അർജുനെ കാണാറുള്ളൂ. അതേസമയം ഇഷാനിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് അർജുന്. അഹാനയുടെയും അടുത്ത സൗഹൃദം അർജുനുണ്ട്. അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിന്റെ പേര്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ ഗണേഷ്. അതുകൊണ്ട് തന്നെ താരകുടുംബത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ മരുമകൻ ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കുമോ എന്നാണ് ആരാധകർ പലപ്പോഴും ചോദിക്കുന്നത്. കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഇഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ഇടയ്ക്ക് അർജുനുമൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനും അർജുനും അതിഥിയായി എത്താറുണ്ട്. പക്ഷേ പ്രണയത്തിന് അതിന്റേതായ സ്വകാര്യത ഇഷാനി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അഹാനയും ഛായാഗ്രാഹകൻ നിമിഷ് രവിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഗോസിപ്പുകൾ നിറയുന്നുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.